ഭവനത്തിൽ വെച്ചുള്ളതായ സമാപന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ദയവായിട്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കത്തക്ക രീതിയിൽ കിഴക്കോട്ടെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സംസാരമില്ല, നിർത്തിയാട്ടെ. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരത ഈ മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ലോകാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ഡലല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ലോകാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ഡലല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ലോകാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ഡലല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം സൂക്ഷിക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാടിയാരോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാം പരിശുദ്ധപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരയണമേ. ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളോട് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. അന്വേഷിച്ചുള്ളൂ നിന്ന രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളാന്നു. ആമീൻ. കൃപ നിറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേപ്പേണ സമയത്തിനും എന്നും അപേക്ഷിച്ചുള്ളണം. ശുഭഹോലാബോലറോഹോക്കാദീശോ. കണ്ണിടതയുമായ കർത്താവേ, ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിന്ത്രപ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മത്സരക്കാടവലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് എന്നേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവന് സംഗതിയാക്കണമേ. സംരക്ഷകനാം നാഥാദേവാഹാലെ ലോയ്യൗഹാലെ ലോയ്യാജാവും പകലും തിരുമൻപിൽ കേണേൻ ഭൂകട്ടൻ പ്രാർത്ഥന തിരുമൻപിൽ ഹാലേലൂയൗഹാലെ ലോയാ സദ്ചിടണമെൻ തിന്മയെ മോഹിച്ചെന്നാത്മം ഹാലേ ലൂയോ ഹാലേ ലൂയ എന്നുയിർ പാതാളം പോകെ കുഴയിൽപ്പെട്ടോരെ പോലായേൻ ഹാലേ ലോയോ ഹാലേ ലോയ തുണയറ്റോരോടൊത്തെ ഞാൻ ബാവഘുമോ ശുഭല ബോല ബഹുവൽ കാദീശോ ഓലം സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമേയും മോചനമേകും തിരുരക്തമതം നിങ്ങളെ നിർത്തിയിടും വലഭാഗേ സ്തോമൻ കാ കുറിയേല
സോൻ ബർക്കുമോ സലഖുലാൻ റഹമെ വഹനോനോ മെൻമൊറിയോനോ ബെൻ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവം പൊഴിച്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. വാങ്ങിപ്പോയവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളും നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തികളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ജീവനുള്ള തിരുവായ കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഇവനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വഖൂലസ്ബാൻ ലവുൽമീൻ ബാറക്മോർ മെൻ അലഹുനകാബിൽ ഹുസോയുദ് ഹൗബെവൽ ശുബഖോനോദ് ഹതോഹെ ബത്രായുഹൂൻ ഒൽമെൽ ഓലം ഒൽമീൻ. പൗലോസെഴുതി മൃതിമശിഹായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കില്ലെന്നേപം മശിഹാ നിദ്ര വശറായോർ വീണ്ടും മൃതിയേൽക്കില്ലെന്നുഘോഷിച്ചാൻ ശാസ്ത്രീ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഓസ്ലേമിൽ മോഹനീയ വാസസ്ഥലങ്ങളിലേക്ക് ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നുകരുന്നോനു കടും കൈപ്പാണി മരണക്കാസ വരിക ജപം പോകാമുടയോൻ നിന്നെ ആരായുന്നെന്നാത്മാവോട് ആദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാ പോതുന്നു ശാന്തിയൊടുത്ഥാനത്തോളം തനുവേ നിവസിക്കാലേലുയ ഊഹാലേലുയ. ഞാൻ വൈദേശികൻ എന്നേവാം ചൊന്നി ഡോന്നാൽമം നാൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ താരമില്ല പ്രേഷിതനെന്നോ
ഏവം ഭാഷിച്ചു ആലയവാസം കൈവേടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശോഭം മേ ഹല്ലേലൂയ യോ ഹല്ലേലൂയ ബാവകുമോ Subhanallah bol barowal ruho kadisho ഹല്ലേലൂയ ദൈവസുത വഴി യാത്രയിലെൻ പാഥേയം നീയാം ജഗതി പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി ഞാനേറിയരുതേ നിൻ തനുരുധിരങ്ങൾ എൻ തനു വീണ്ടും വാസന വീശുമ്പോൾ മാമോദിസയണിക്കോർത്താൾ മുങ്ങാത്തൊരു നൗക നാഥ നിൻ കൃപ കാണണമേ ഞാനുത്ഥാനത്തിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മിൻ ഓലം ولم والمنا من ഹല്ലേലൂയ വേർപാടിൻ വേളയിലാത്മം മെയ്യോടുര ചെയ്യൂ നിന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഗതം ചെയ്തനാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥക്കേകി ഭീകര സിംഹാസന സവിധം പോകുന്നേനെന്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ ആർദ്രതയാൽ നാഥാദേവ ദാസന്നെ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ഫലമായിവനെ രക്ഷിപ്പാൻ വന്നോന്മസിഹ നീയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്ലീബായാണെൻ ദീപം വേർപാടാസന്നം ഞാൻ നിങ്ങൾ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തെന്നെ ഓർപ്പിൻ നിങ്ങൾ വത്സലരേ ശാന്ത്യാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി ഏൽക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ ഫലമായിവനെ ഹൃദയാൽ നാഥാദേവാദാസന്നെ ഗണമേ പുണ്യം നിൻ മഹിമോ ദയനാൽ തന്നിൽ നിർത്തണമേ ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛന് ആശ്വാസവചനങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നതാണ്. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായി മനച്ചൻ, സഹകാർമ്മികരായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സഹോദര വൈദികരെ, ഈ പ്രിയദാസന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന സഹധർമ്മിണി, മക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ട എല്ലാവരുമായുള്ളവരെ, മരണം നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാമെങ്കിൽ കൂടെ നമ്മുടെ വീട്ടിൽ മരണം വരുമ്പോൾ അത് നമ്മെ തീവ്രമായ ദുഃഖത്തിൽ ആഴ്ത്തുന്നു. ജീവിതത്തെപ്പറ്റിയുള്ള ധാരാളം ചോദ്യങ്ങൾ വീട്ടുകാരും
ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുമൊക്കെ ചോദിക്കുന്ന നിമിഷങ്ങളാണ് ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് മുൻപേ പ്രസംഗിച്ച തോമസ് ജോർജ് അച്ഛനും അതുപോലെ വർഗീസ് തോമസ് അച്ഛനുമൊക്കെ ഈ പ്രിയ കർത്തൃ സഹോദരന്റെ വിശ്വാസത്തെ സംബന്ധിച്ചും കുടുംബ ജീവിതത്തിന്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധത്തെ സംബന്ധിച്ചുമൊക്കെ ധാരാളം കാര്യങ്ങൾ ഓർമ്മിച്ച് എടുക്കുകയുണ്ടായി. ഭോപ്പാൽ, ഇറ്റാർസി അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രീമാൻ കെ ടി ചാക്കോ IAS-ഉം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഇടയിൽ പാർക്കുകയും വലിയ ശബ്ദകോലാഹലങ്ങളില്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയും ചെയ്ത ഈ കർത്തൃദാസൻ നമുക്ക് ധാരാളം നല്ല മാതൃകകൾ തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ മുത്തൂർ ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയപ്പെട്ട ദാസനെ വേണ്ടവിധം മനസ്സിലാക്കാനുള്ള സാവകാശം ലഭിച്ചോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ കുടുംബം മുത്തൂർ ഇടവകയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ്. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് ഈ മാളിയേക്കൽ കുടുംബത്തിലെ 10 സഹോദരങ്ങൾ. അവരുടെ അമ്മ ഇവിടെ നിന്ന് വേദപുസ്തകവും പിടിച്ച് മുത്തൂർ പള്ളിയിൽ വന്ന് മർത്തമറിയ സമാജത്തിലൊക്കെയും പങ്കെടുക്കുന്നത് ഒരു ബാലൻ എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 10 സഹോദരങ്ങളും ദൈവം അവരെ ആക്കിയ സ്ഥലങ്ങളിൽ, അത് ഇറ്റാർസിയാണെങ്കിലും ഭോപ്പാലാണെങ്കിലും ധൻപുരിയാണെങ്കിലും അതുപോലെ ജബൽപൂർ ആണെങ്കിലും എവിടെയായിരുന്നാലും അവരെ ആക്കിയ സ്ഥലങ്ങളിൽ സഭയെ സ്നേഹിച്ച് ദൈവികമായ വിശ്വാസത്തിൽ അവരുടെ ജീവിതം മുൻപോട്ട് നയിച്ച ആളുകളാണ്. പ്രത്യേകിച്ചും ശ്രീമാൻ MP ചാക്കോയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അറിയുന്നത് മധ്യപ്രദേശിലെ വിവിധ സ്ഥലങ്ങളിൽ വേല ചെയ്തിട്ടുള്ള ആളുകളാണ്. മാർത്തോമ സഭയിലെ പ്രിയപ്പെട്ട തോമസ് ജോർജ് അച്ഛനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് തോമസ് അച്ഛനുമൊക്കെയും അതിൽ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇറ്റാർസി ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു സാമാന്യം മെച്ചപ്പെട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് അവിടെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നമ്മുടെ പിതാക്കന്മാർ ആ പ്രദേശത്ത് ചെന്നാൽ താമസിക്കുവാൻ ഒരു വീടിന്റെ വാതിൽ തുറന്നിട്ടിരുന്നത് ശ്രീമാൻ MP ചാക്കോയും ശ്രീമതി ഓമന ചാക്കോയുമായിരുന്നു. പ്രിയപ്പെട്ട 3 കുഞ്ഞുങ്ങൾ അതിനൊക്കെയും സാക്ഷികളാണ്. അഭിമന്യ പുണ്യശ്ലോകനായ ഒസ്താത്യോസ് തിരുമേനി ഒരാഴ്ചക്കാലം ആ ഭവനത്തിൽ താമസിച്ച് ശുശ്രൂഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അഭിമന്യ തെവോദോസിയോസ് തിരുമേനി അവിടെ പല അവസരങ്ങളിൽ പോയി ഈ ഭവനത്തിലും കടന്നു വന്ന് ഈ ഭവനക്കാരുടെ സൽക്കാരവും ആദരവും ഒക്കെ സ്വീകരിച്ചതാണ്. ഇറ്റാർസിയിൽ വാടക കെട്ടിടത്തിലാണ് ഒരു സ്കൂൾ ആരംഭിച്ചത്. ഇവിടെ വർഗീസ് തോമസ് അച്ഛൻ സൂചിപ്പിച്ചു, മക്കോഡിയ മിഷന്റെ ഒരു സാറ്റലൈറ്റ് കേന്ദ്രമായി, അതിന് പിന്താങ്ങൽ നൽകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇറ്റാർസിയെ അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയും തെവോദോസിയോസ് തിരുമേനിയും ഒക്കെ കണ്ടിരുന്നത്. ഒരു വാടകഘട്ടത്തിൽ ആരംഭിച്ച ആ സ്കൂള് അതിനൊരു ഇരിപ്പിടമുണ്ടായത് ഈ കർത്തൃദാസൻ മൂലം കൂടെയാണ്. 2 ഏക്കർ സ്ഥലം തുടക്കത്തിൽ 2 സഭാസ്നേഹികൾ നൽകിയതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് KS ജോർജിന് ഇവിടെയുണ്ട്, ഇപ്പോൾ 12 ഏക്കർ ഉണ്ട്. വാങ്ങിച്ചത് 12 ഏക്കർ. KS ജോർജിന് തുടക്ക സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തുമ്പോൺ സ്വദേശിയാണ്. കൽക്കട്ട ഭദ്രാസനത്തിന്റെ വിവിധ ദേവാലയങ്ങൾ, അരുണാചൽ പ്രദേശിൽ പോലും ആരും എത്തിപ്പെടാത്ത സ്ഥലത്ത് പോലും ഒക്കെയും ശുശ്രൂഷ അനുസരിച്ച ആളാണ്. ആ സമയത്ത് 1 ഏക്കർ ഭൂമി അതിനുവേണ്ടി വാങ്ങിച്ചു. ഈ MP ചാക്കോ സാറ് അതിന് സംഭാവന നൽകിയെന്നാണ് ഞാൻ VC ഫിലിപ്പ് ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞത്. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ശ്രീമാൻ VC ഫിലിപ്പ് പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ് അവിടെ മക്കോഡിയ മിഷനായി, അതുപോലെ ഇറ്റാർസി ബാലഗ്രാമായി. ഇന്ന് നോക്കുമ്പോൾ ഇരിപ്പിടങ്ങളൊക്കെയും വളരെ ഭദ്രമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സഭയുടെ വളർച്ച ഒരിക്കലും ഒരു പാശ്ചാത്യ ഏജൻസികളിൽ നിന്നോ വിദേശ ഫണ്ടുകളിൽ നിന്നോ അല്ല, മറിച്ച് നമ്മുടെ ആളുകൾ വീർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് കുടുംബത്തെ
പോറ്റുവാൻ വേണ്ടി ദൈവം നൽകിയ സമ്പത്ത് ദാനം ചെയ്ത് വളർത്തിയ ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. പലയിടങ്ങളിലും പള്ളികളുണ്ടായത് അങ്ങനെയാണ്. കുഞ്ഞുങ്ങളുടെ ആഭരണം വിറ്റും അല്ലെങ്കിൽ സഹധർമ്മിണിമാരുടെ കെട്ടുതാലികൾ പണയം വെച്ചും ഒക്കെയാണ് പലയിടങ്ങളിലും പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായത്. ഇന്ന് സഭ വളർന്ന് വികസിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കിതൊരിക്കലും മറക്കാൻ ഒക്കുകയില്ല. അത്തരത്തിൽ വളരെ മാതൃകാപരമായ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് നാം ഇപ്പോൾ ഇവിടെ യാത്രയാക്കുന്നത്. സൗമ്യനായ ഒരു മനുഷ്യൻ, ഒരു ബഹളവുമില്ലാതെ വലിയ പദവിയിലിരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മുത്തൂർ ഇടവകയിൽ ഗവൺമെന്റ് ഉദ്യോഗ തലത്തിൽ ഇത്രയും ഉയർന്ന ആളുകൾ അധികം ഉണ്ടായിട്ടില്ല. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, ACF സേവനമനുഷ്ഠിച്ച ആളാണ്. കേരളത്തിൽ ഇത് കഴിയുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പറയുമെന്നാണ് എന്റെ വിചാരം. വലിയ പദവിയിലിരുന്ന ഒരാളാണ്. നമ്മുടെ ദേശത്തിന് ഒരു അഭിമാനമാണ്. പക്ഷെ ആ പദവിയിലൊക്കെ ഇരുന്നപ്പോഴും അതിന്റെ ഒരു പ്രൗഢിയോ അതിന്റെ ഒരു അഹങ്കാരമോ ഒന്നുമല്ല അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചത്. പിന്നെയോ എളിമയും വിനയവും സഹോദര നിർവിശേഷമായ സ്നേഹവുമാണ്. അതാണ് ഈ സംസ്കാര ശുശ്രൂഷ നമുക്ക് നൽകുന്ന സന്ദേശം. ഇതുപോലെയുള്ള ആളുകളെയാണ് നമ്മുടെ നാടിന് ആവശ്യം, നമ്മുടെ സഭയ്ക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ അന്ത്യയാത്രയ്ക്ക് സാക്ഷികളാകുവാൻ നാം വന്നിരിക്കുന്നുവല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ സംസ്കാര ശുശ്രൂഷകളുടെ മാഹാത്മ്യം ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വായിക്കുന്നുണ്ട്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരുടെയൊക്കെയും സംസ്കാര ശുശ്രൂഷ നാം വായിക്കുന്നുണ്ട്. 50-ാം അധ്യായത്തിൽ യാക്കോബിന്റെ വേർപാടിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നു. മകനായ യൗസേഫ് മിസ്രൈമിലെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 70 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപം അവിടെ കാണുന്നു. ഈജിപ്തുകാരായ ആളുകൾ ചോദിച്ചു, ഇതെന്തൊരു വിലാപമാണ്? നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു പതിവില്ലല്ലോ. ഇവിടെ എവിടെ നിന്ന് വന്നു? എന്താണ് ഇവരുടെ സംസ്കാരം? ഇവരുടെ വിശ്വാസം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. സംസ്കാര ശുശ്രൂഷ ഒരു സംസ്കാരത്തിന്റെ സൂചനയാണ്. അതുകൊണ്ടാണല്ലോ അതിനെ സംസ്കാരം എന്ന് തന്നെ പറയുന്നത്. ജീവിച്ച് ദൈവം നൽകിയ താലന്തുകൾ വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കണക്ക് ബോധിപ്പിക്കുവാൻ തക്കവണ്ണം യാത്രയാകുന്ന മനുഷ്യരുടെ സംസ്കാര ശുശ്രൂഷ സുവിശേഷീകരണത്തിന്റെ നിമിഷമാണ്. വിലാപം അതിന്റെ ഒരു ഭാഗമാണെങ്കിലും അതിനപ്പുറമായ പ്രത്യാശയും ഉറച്ച വിശ്വാസവുമാണ് നമുക്കുള്ളത്. ശമൂവേൽ ദീർഘദർശിയുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ദാവീദ് രാജാവിന്റെ ഒരു മകന്റെ മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. ആ കുട്ടി അസുഖമായിരുന്നപ്പോൾ ദാവീദിന്റെ എട്ടിലും വെണ്ണീറിലും ഇരുന്ന് രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് വിലപിച്ച് കരഞ്ഞതായി വായിക്കുന്നു. കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോ രാജാവ് വിലാപ വസ്ത്രങ്ങളൊക്കെ ഊരിവെച്ചു. ആളുകൾക്ക് അത്ഭുതമായി. എപ്പോഴല്ലേ വിലപിക്കേണ്ടത്? അപ്പൊ ദാവീദ് രാജാവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇനി ഇവൻ ഇങ്ങോട്ട് വന്ന് എന്നെ കാണുകയില്ല, ഞാൻ അങ്ങോട്ട് പോയി ഇവനെ കാണേണ്ടവനാണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെ നാം കാണുന്നുണ്ട്. എത്രയോ വലിയ വലിയ മാതൃകകൾ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് വിശ്വാസമില്ലാത്ത സാധുക്യർ പുരോഹിതന്മാരായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ ധൂപമർപ്പിച്ചവരും യാഗമർപ്പിച്ചവരുമാണ്. പക്ഷേ അവർക്ക് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെപ്പറ്റി വിശ്വാസമില്ലായിരുന്നു. അവർ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം. അവിടെ കർത്താവ് കൊടുക്കുന്ന ഉത്തരം മുൾപ്പടർപ്പിൽ മോശ കണ്ടത് ആരെയാണ് എന്നുള്ളതാണ്. അവിടെ പറയുന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെയാണ് അവിടെ കണ്ടത്. വേണമെങ്കിൽ കർത്താവിന് ആ സമയത്ത് ജീവിച്ചിരുന്ന 2-3 പേരുടെ പേര് പറയാമായിരുന്നു. പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ദൈവമാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കർത്താവ് പറഞ്ഞത് അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. അത് ദൈവത്തിന്റെ പേരാണ്. പിതാക്കന്മാരിൽ കൂടെയാണ് ദൈവിക വിശ്വാസം നമുക്ക് കൈവിടുന്നത്. അടുത്ത വാചകത്തിൽ കർത്താവ് പറയുന്നു, അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. കടന്നുപോകുന്ന ആത്മാക്കൾ സജീവ അവസ്ഥയിലാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയിലൊക്കെയും കാണുന്ന ഒരു ഭാഗം പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. ഈ ആത്മാവിന്റെ യാത്രയെപ്പറ്റി സംസ്കാര ശുശ്രൂഷയുടെ 4 ക്രമത്തിലും പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒരു അപേക്ഷ
ദൈവമേ, അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളുമായി പോരാട്ടം ചെയ്യുവാൻ ഈ ആത്മാവിന് ശക്തി പകരണമേ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ്. ഈ ആത്മാവിന്റെ യാത്രയിൽ അതിനെ പിടികൂടുവാനായി ചില ടോൾ ബൂത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത്, കസ്റ്റം ഹൗസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില പിതാക്കന്മാരുടെ ലേഖനത്തിൽ പറയുന്നു, എത്യോപ്യക്കാരായ ചിലർ പതിയിരിക്കുന്നു. കറുത്ത നിറം കൊണ്ടാണ് ഈ പിശാചിന്റെ ശക്തികളെ എത്യോപ്യക്കാരെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഈ ആത്മാവിനെ പിടിച്ചടക്കുവാൻ ശ്രമിക്കുകയാണ്. ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ടോൾ കൊടുക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ ഒക്കുകയില്ലല്ലോ. എന്തിനെ പറ്റിയാണ് അവരുടെ വാഗ്വാദം? അവർ വിലപേശുന്നത് ഈ ആത്മാവ് ജീവിച്ചിരുന്നപ്പോൾ മറന്നുപോയ പാപങ്ങളെ പറ്റിയാണ്. ജീവിച്ചിരുന്നപ്പോൾ അറിവില്ലാതെ വിവേകമില്ലാതെ ചെയ്തു പോയ പാപങ്ങളെ, അതിന്റെ കണക്ക് പറഞ്ഞ് അവരോട് അവകാശം ചോദിക്കുക. 4-ാമത്തെ ശുശ്രൂഷയിൽ ദീർഘമായി പ്രൊമിയൽ സുദറായിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ കസ്റ്റം ഹൗസസിൽ കൂടെ കടന്നു പോകുന്ന ഈ ആത്മാവ് ആശ്വാസസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നാം നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ വിലാപകാലമൊക്കെയും കുർബാനകളും പ്രാർത്ഥനകളും ഒക്കെ ഉള്ളത്. അത് കഴിയുമ്പോൾ അന്ത്യകാലത്തെ ന്യായവിധിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ആ രഹസ്യം എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ മിസ്റ്ററി. ഒരു സീക്രട്ട് അല്ല, ഒരു മിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയാം. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ത്യനാളിൽ കാഹളമൂതുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ അകമ്പടിയോടും കൂടി എഴുന്നള്ളി വരും. പാതാളത്തിൽ ചെന്ന് സകല മരിച്ചവരെയും ഉയർപ്പിക്കും. ജീവിച്ചിരിക്കുന്നവരായ നമ്മെ എല്ലാവരെയും മധ്യാകാശത്തേക്ക് വിളിച്ചുകൂട്ടി അവിടെ ഒരു വലിയ സമ്മേളനം നടക്കും എന്നാണ് പറയുന്നത്. അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ച ഈ വിശ്വാസമാണ് ഈ സംസ്കാര ശുശ്രൂഷയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ കർത്തൃദാസൻ മലങ്കര സഭയ്ക്ക് ചെയ്ത എല്ലാ സേവനങ്ങളെയും ഈ സമയത്ത് ഓർക്കുകയാണ്. അഭിമന്യ ക്രിസോസ്റ്റമ തിരുമേനി ഇന്ന് കുന്നംകുളത്ത് കാതോലിക്ക ദിനപ്പിരിവിൽ സംബന്ധിക്കേണ്ടതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയില്ല, ഭവനത്തിൽ വന്നുകൊള്ളാം എന്ന് പറയുകയുണ്ടായി. അഭിമന്യ ജോസഫ് മാർ ദിവനാസിയോസ് തിരുമേനി 2 ദിവസം കഴിഞ്ഞേ നാട്ടിലെത്തുകയുള്ളൂ, അദ്ദേഹവും വന്നു ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ധാരാളം വൈദികർ ബാഹ്യ കേരളത്തിലുള്ളവർ ഒരുപക്ഷെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തേക്കാം. നമ്മുടെ പി ജോയിച്ചാന് ഭോപ്പാലിലുണ്ടായിരുന്ന നമ്മുടെ ഇടയിലുള്ള സീനിയർ മെമ്പറാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നുകൂടിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സ്മരണകൾ അവശേഷിപ്പിച്ച് നല്ല സാക്ഷ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഈ കർത്തൃദാസന് തന്റെ മാലാഖമാരുടെ അകമ്പടിയോടെ അബ്രഹാമ്യ മടികളിലേക്ക് ഒരു സ്വീകരണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ിലപ്പൻ കൃപ ചെയ്യും അതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ബാറക്കും ശൃണത്താലേ നിൻ കൃപയിൽ മണമേകപറേനുദ്യാനത്തിന് സ്തൗമിൻ കാലസ്കുരിയെ നാഥ താവകമേരു ലോകം നിന്നധികാരം ദാനങ്ങും ശ്രീബായാൽ ജീവിതരേക്ക തൻപാൽ മുക്തിമുദർക്കേകാബാറയ്ക്കുമ സ്തോത്രമൃതജീവപ്രദനെ കബറിതേറ്റിടും നോനെ ഇൻപ്രേഷകതാതേനു മാമലൻ റുഹായിക്കും ഹാലേലൂയ മറിയോറാഹേ മേലേനു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അയലത്തിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇപ്പോൾ മൃതശരീരം ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. ദേവാലയത്തിലേക്ക് പോകുന്നതിനുള്ള ക്രമീകരണം സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക് ഇവിടെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. എന്നാൽ
പോകാനുള്ള വാഹനങ്ങളുടെ പിന്നിലായിട്ട് ആംബുലൻസിലെ മൃതശരീരം വഹിച്ചുകൊണ്ട് ഇപ്പോഴേ പള്ളിലോട്ട് പോകുന്നതാണ്. ശാന്തമായിട്ട് അടുത്ത ബന്ധുക്കൾക്ക് ചുമ്മനം ചെയ്ത് യാത്രയ്ക്ക് ഇവിടെയൊക്കെ കേട്ട വചനങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് നമുക്ക് ആശ്വാസം പകർന്നു തരേണ്ടതാണ്. ദിവസത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ തന്റെ മാലാഹമാരോടൊപ്പം സന്തോഷത്തിന്റെ അനുഭവത്തിലേക്കാണ്. ആ രീതിയിൽ യാത്രയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുരിശ് തുടങ്ങി വയ്ക്കുകയും പുറത്തോട്ട് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ അടുത്ത ബന്ധുക്കൾക്ക് ഇപ്പോൾ ചുംബനം ചെയ്ത് യാത്രയേക്കാം. കുശലരെ ദൂരത്തെന്തിനു നിൽക്കുന്നൻ, അരികിൽ വരുവിൻ, ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടും. ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കാതെ ദേവാലയത്തിൽ പോകുന്നവരെല്ലാവരും പുറത്തോട്ടും വാഹനമൊക്കെ എറിയട്ടെ. ആരും നിൽക്കണ്ട. ഇവിടെയൊക്കെ ചുമൻ ചെയ്യാൻ മാത്രം നിൽക്കുക. ബാക്കി ആരും ഇവിടെ നിൽക്കണ്ട. എല്ലാവരും പുറത്തെറിയട്ടെ. ചുമൻ ചെയ്യാനും പെട്ടെന്ന് വന്ന് ചുമൻ ചെയ്യാൻ നിൽക്കുക.
ആ തുണി കണക്കിനോട്ട് ഇറങ്ങിയാട്ടെ. ഇനിയിപ്പോ അതിനൊക്കെ ഉള്ളവരെല്ലാവരും പുറത്തോട്ട് വന്നിട്ട് ഭാഗത്തേക്ക്